ഒമ്പതാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ദേ രണ്ടാമത്തെ യൂണിറ്റിലെ ഒരു പാഠം നിങ്ങളെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഈ വീഡിയോയുമായി ഷാജി സാർ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് തുടങ്ങുന്നത് നമുക്കറിയാം. പദം പദം ഉറച്ചു നാം, അല്ലേ? ഉറച്ച കാൽവെപ്പോടു കൂടി, ഉറച്ച എന്താ പറയുക, ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറണം എന്നൊക്കെയുള്ള ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന യൂണിറ്റാണ്. അതിൽ ജി ശങ്കരക്കുറുപ്പിൻ്റെ നക്ഷത്രഗീതം എന്ന് പറയുന്ന കവിതയിലെ 2 വരിയുണ്ട്. ജീവിതം എനിക്കൊരു ചൂളയായി, അല്ലേ? ജീവിതം ഒരു ചൂള എന്ന് പറഞ്ഞാൽ എന്താ? കനലെരിയുന്ന തീയെരിയുന്ന സ്ഥലം എന്നൊക്കെയാണ് ചൂള, അല്ലേ? നമ്മൾ ആളെ ദഹിപ്പിക്കുന്നതിന് ചൂള എന്ന് പറയാറുണ്ട്. കലം പോലുള്ള മൺകലങ്ങൾ പോലുള്ള സാധനങ്ങൾ ചൂടാക്കി എന്താ പറയുക, തീയിൽ കലമാക്കിയെടുക്കുന്നതിന് നമ്മൾ ചൂള എന്ന് വിളിക്കുക. അപ്പോൾ ജീവിതം എനിക്കൊരു നെരിപ്പോടായിട്ട് അല്ലെങ്കിൽ ഒരു തീക്കനലായി മാറിയപ്പോൾ ഭൂമിയുടെ വെളിച്ചത്താൽ വെണ്മ ഞാൻ ഉളവാക്കി എന്ന് പറയുന്ന നക്ഷത്രഗീതം എന്ന് പറയുന്ന കവിതയിലെ ഒരു ഭാഗം ജി ശങ്കരക്കുറുപ്പ് നമുക്കറിയാം. ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. അദ്ദേഹം തന്നെ ഏർപ്പെടുത്തിയ ഒരു അവാർഡൊക്കെ ഉണ്ട്, അല്ലേ? ഓടക്കുഴൽ അവാർഡ് ജി ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ അന്ന് 30,000 മറ്റോ രൂപ ഉള്ള ഒരു സമ്മാനമാണ്, അല്ലേ? നമുക്കറിയാം, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിൽ വംശം എന്ന കവിതയുടെ ആശയം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാനാണ് സാർ ഇന്ന് ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, വംശം എന്ന വാക്ക് തന്നെ ഒരു വംശത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്, അല്ലേ? ഒരു വംശം എന്നൊക്കെ പറയുമ്പോൾ ഒന്നിച്ചുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മൾ വംശം, മനുഷ്യവംശം, ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ ജീവികളുടെ വംശം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു വലിയ ഒരു കുലത്തെയൊക്കെയാണ് നമ്മൾ വംശം എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കൂ, പാരം വിശപ്പിനാൽ കുഴങ്ങുമുറുമ്പൊന്നു പ്രാതലിനെത്തിയടുപ്പു കല്ലിൽ തുടങ്ങുന്ന തന്നെ നമ്മളൊക്കെ 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഒരു താളത്തോടെ തന്നെയാണ്. ആദ്യ വരിയിൽ 2, 4, 6, 8, 10, 12, രണ്ടാമത്തെ വരിയിൽ 2, 4, 6, 8, 10, അല്ലേ? 12, 10 മഞ്ചരി വൃത്തത്തിലാണ് തുടങ്ങുന്നത്. ഞാനിത് ആദ്യമേ വൃത്തത്തെക്കുറിച്ച് പറയാൻ കാരണം, നിങ്ങളോട് സമാന താളത്തിലുള്ള വരികൾ ചോദിച്ചാൽ നിങ്ങൾ ഈ താളത്തിൽ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഏതാണ്? ഉമ്മ വിളമ്പിയ ചോറിനു മുൻപിൽ ഞാൻ, അല്ലേ? വന്ദനം വന്ദനം വാർമത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷ. അപ്പോൾ സമാന താളം അഥവാ ചോദിച്ചാൽ മക്കൾക്ക് കിട്ടാൻ വേണ്ടിയാണ്. പാരം വിശപ്പിനാൽ കുഴങ്ങുമുറുമ്പൊന്ന് പ്രാതലിനെത്തി അടുപ്പ് മുക്കിൽ, അല്ലേ? പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റ് അഥവാ പ്രഭാത ഭക്ഷണം. പാരം നല്ല വിശപ്പിനാൽ ഒരു ഉറുമ്പ് അടുപ്പ് തിണ്ണയിൽ പ്രഭാത ഭക്ഷണം കഴിക്കാൻ എത്തി എന്ന് പറയുന്നു, അല്ലേ? പാതകത്തിന്മേൽ തെറിച്ച തേങ്ങാത്തരി പൂവ് പോൽ കൊമ്പിലെടുത്തുയർത്തി, അല്ലേ? പാതകം എന്ന് പറഞ്ഞാൽ അടുപ്പ് തിണ്ണയാണ്. അടുപ്പ് തിണ്ണയിൽ വീണ ഒരു തേങ്ങാത്തരി കൊമ്പ് കൊണ്ട് എടുത്തുയർത്തി. പിന്നെയോ, പോവുകയാണ് 6 കാലുകൾ ചന്തമായി താളത്തിൽ വെച്ചു തിരക്ക് കൂട്ടി. 6 കാലുകൾ, അല്ലേ? ഉറുമ്പിൻ്റെ കാലുകളെ കുറിച്ചാണ് പറയുന്നത്. 6 കാലുകൾ ചന്തത്തിൽ, അല്ലേ? ചന്തമായി താളത്തിൽ വെച്ച് തിരക്ക് കൂട്ടി. ആ 6 കാലുകൾ വെച്ചുകൊണ്ട് ആ ഉറുമ്പ് തിരക്ക് കൂട്ടി പോകുന്നു തൻ്റെ കൊമ്പിൽ ആ വീണ തേങ്ങാത്തരി എടുത്തുകൊണ്ട്. പേമഴക്കാലത്ത് സാധുവാം ഇത്തരി സോദരർക്കൊത്തു ആസ്വദിക്കുന്നല്ലോ. അടിവരയിട്ട് വെക്കണം എൻ്റെ കുഞ്ഞുമക്കൾ. നിർബന്ധമായി എൻ്റെ മക്കളോട് നാളെ ചോദിക്കാൻ, ചൊവ്വാഴ്ചത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ചോദ്യമാണ്. ചിലപ്പോൾ 4 മാർക്ക് വരെ വരാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. മഴക്കാലത്ത് തൻ്റെ സഹോദരന്മാരോടൊപ്പം കഴിക്കുവാൻ വേണ്ടി അവ സംഭരിച്ചു വെക്കുന്നതാണ് ഈ ഭക്ഷണം. സംഭരിച്ചു വെക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഭക്ഷണം എടുത്തുകൊണ്ട് അവ പോകുന്നത് എന്നുള്ള സൂചനയാണ്. അപ്പം പേമഴക്കാലത്ത് സാധുവാം ആ തരി, അല്ലേ? സ്വാദുള്ള ആ തരി, തേങ്ങാത്തരി സഹോദരന്മാർക്കൊത്ത് ആസ്വദിക്കാൻ നല്ലത്, അല്ലേ? സഹോദര സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയൊക്കെ വലിയ ഉദാഹരണമാണ് ഉറുമ്പെന്ന് പറയുന്നത്, അല്ലേ? പിന്നെയോ, എണ്ണ മിനുങ്ങും മുഖത്തെന്തു ഗൗരവം എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം, അല്ലേ? എണ്ണ മിനുങ്ങുന്ന കറുത്ത ഉടലാണ് ഉറുമ്പിന്,
അല്ലെ, കറുത്ത ഉറുമ്പിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നാ ഒരു ഗൗരവം, മുഖത്തൊരു ഗൗരവമൊക്കെ ആയിട്ട് എന്തോ തിരക്ക് കണ്ടില്ലേ നിങ്ങൾ ഉറുമ്പ് കൊണ്ടുപോകുന്നത്? വലിയ ഗൗരവ ബുദ്ധിയോട് കൂടിയാണ് മുഖത്ത് പിന്നെ കുറച്ച് നേരം നിന്ന് ആ തേങ്ങാത്തിരി ആരോ മുന്നിൽ തടസ്സങ്ങൾ എന്തോ ഉണ്ടോ നോക്കി വീണ്ടും നടന്ന് അങ്ങനെ ഗൗരവത്തോടു കൂടിയാണ്. എണ്ണ മിനുങ്ങും മുഖത്ത് ഗൗരവം, എള്ളുടൽ എള്ളുടൽ എള്ളു പോലെ ചെറിയ ശരീരം, എള്ളുടൽ ശരീരം. എന്തൊരു മനോഹാരിതയാണ്, സൗകുമാര്യം, മനോഹാരിത അല്ലേ. ഇത്തിരി ഇടുപ്പതിൽ ചാരുത മറ്റാർക്കും ഇല്ലങ്ങു കണ്ടതുള്ളൂ അല്ലേ. ഇത്തിരി പോന്നൊരു എടുപ്പ്, ഉറുമ്പിൻ്റെ ബാക്ക് ഭാഗം കണ്ടില്ലേ നിങ്ങൾ? ഇത്തിരി പോന്നൊരു എടുപ്പിൻ്റെ സൗന്ദര്യം മറ്റൊരു ജീവജാലങ്ങൾക്കുമില്ല എന്നാണ് പറയുന്നത്. ഇത്രയ്ക്ക് ഒതുങ്ങിയ അധ്വാനശീലവും നൃത്തച്ചുവടും കൊണ്ടായിരുന്നു ദാരുവിൽ നിന്നെ പകർത്തണമെന്നെ വേരു ദാഹിച്ചതോ നോക്കി നിൽപ്പു അല്ലേ. ദയയോടുകൂടി ദാരുവിൽ നിന്നെ പകർത്താൻ, ദയയോടുകൂടി നിന്നെ പകർത്തണമെന്ന ഞാൻ നിശ്ചയിച്ചത്. എങ്ങനെ? ദയയോടുകൂടി നിന്നെ പകർത്തണമെന്ന് എൻ്റെ വേര് ദാഹിച്ച്, വേരെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാനുള്ള കഴിവിനെ ആയിരിക്കണം കവയിത്രി ഉദ്ദേശിച്ചത്. എൻ്റെ വേര് ദാഹിച്ചതാ നോക്കി നിൽപ്പു അല്ലേ. ആ എള്ളുടൽ സൗകുമാര്യവും അതുപോലെ ചന്തത്തിലുള്ള ഇടുപ്പും അത്യധ്വാനശീലവും കൊണ്ടായിരിക്കാം ദയയോടുകൂടി അതിനെ ഒന്ന് പകർത്തി കാണിക്കണമെന്ന് എൻ്റെ വേര് കൊതിച്ചത്. അതുകൊണ്ടായിരിക്കാം. ഉറുമ്പിൻ്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നുകൂടി എൻ്റെ മക്കളൊന്ന് ഓർത്ത് വെക്കണേ. പിന്നെയോ, രാവു പകൽ സന്ധ്യയിൽ ഉഷസ്സില്ലാതെ വേലയെടുത്തേ മരിച്ചു പോകും. അതാണ് ഉറുമ്പ്. രാവെന്നോ പകലെന്നോ പ്രഭാതമെന്നോ വ്യത്യാസമില്ലാതെ വേലയെടുത്ത് മരിച്ചു പോകുന്ന പാവം ഉറുമ്പുകൾ. പാപമേ നിന്നെ തുടച്ചു നീക്കുന്നതും പാപമെന്നോർത്തേ മടിച്ചു നിൽപ്പൂ. രാവെന്നോ പകലെന്നോ പ്രഭാതമെന്നോ വ്യത്യാസമില്ലാതെ ജോലിയെടുത്ത് മരിച്ചു പോകുന്ന അല്ലയോ ഉറുമ്പേ, നിന്നെ തുടച്ചു നീക്കുന്നത് അല്ലേ. ഉറുമ്പിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തുടച്ച് നീക്കിക്കളയും. അങ്ങനെ തുടച്ച് നീക്കുന്നത് പാപമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്, പാപമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നീ ജനൽ മെല്ലെ കടന്നു മുറ്റത്തെ പൂവാം കുരുന്നില കാടിച്ചിട്ടില്ലേ. പൂവാം കുരുന്ന് കണ്ടില്ലേ നിങ്ങൾ? ഒരു ഔഷധ ചെടിയുടെ ഇലയാണ് പൂവാങ്കുരുന്ന് അല്ലേ. അത് എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അത് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച്. അപ്പം നീ ജനൽ മെല്ലെ കടന്ന് ജനലിൻ്റെ വഴി പോയി മുറ്റത്തെ പൂവാങ്കുരുന്നില കാടിച്ചുറ്റി വൻമല പോലെ വഴിമുടക്കാൻ നിന്ന വെള്ളാരം കല്ലിൻ്റെ ചോട് പറ്റി. വൻമല, ഉറുമ്പിനെ സംബന്ധിച്ചൊരു വെള്ളാരം കല്ലെന്ന് പറയുന്നത് വൻമലയ്ക്ക് സമമാണ്. അത് തടസ്സം നിൽക്കുന്ന അതിനെ ചുറ്റിത്തിരിഞ്ഞ് നീല കീഴാനെല്ലി മുക്കുറ്റിപ്പൂക്കുന്ന മൂലയ്ക്കു മൺകൂന കോട്ട പറ്റി അല്ലേ. നീല കീഴാനെല്ലിയും മുക്കുറ്റിയും പൂത്തും. മുക്കുറ്റിപ്പൂ കണ്ടില്ലേ നിങ്ങൾ? ഒരു മഞ്ഞപ്പൂവ് നീണ്ടു പോകുന്ന മഞ്ഞപ്പൂണ്ടാകുന്ന ചെറിയൊരു ചെടിയാണ്. അതിൻ്റെയൊക്കെ ചുവട് പറ്റി മൂലയ്ക്ക് മൺകൂന കോട്ട പറ്റി അല്ലേ. നമുക്കറിയാം ഉറുമ്പ് പുറത്തേക്ക് മൺകൂന തട്ടിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് ചെറിയ ദ്വാരമുണ്ട്, അതിലൂടെയാണ് ഉറുമ്പ് പോവുക. ഉള്ളിലുള്ള ഒരു ഗുഹ പോലെ ആക്കാൻ വേണ്ടി ഉള്ളിലുള്ള മണ്ണൊക്കെ അവ തന്നെ എന്ത് ചെയ്യും, പുറത്തേക്ക് തട്ടിയിടും. അങ്ങനെയുള്ള മൺകോന കോട്ട പറ്റി ആകെ തിരക്കിട്ടകത്തേക്ക് പോവുകയാണ് ആയാസമില്ല ചുമട്ടുകാരി അല്ലേ. ആയാസമില്ലാത്ത ചുമട്ടുകാരിയാ. കൊമ്പിൽ അതിമനോഹരമായിട്ടാണ് എന്തിനെ എടുത്തിരിക്കുന്നത്, തേങ്ങാത്തരി എടുത്തിരിക്കുന്നത്. അതാ നോക്കൂ നിങ്ങൾ. എണ്ണ മിനുങ്ങും മുഖത്തെന്ത് ഗൗരവം, എള്ളുടൽക്കെന്തൊരു സൗകുമാര്യം, ദാരുവിൽ നിന്നെ പകർത്തണമെന്നെ വേര് ദാഹിച്ചോ നോക്കി നിൽപ്പ്. ഉറുമ്പിൻ്റെ പ്രവൃത്തി ജീവിത മാതൃകയാക്കാമെന്ന് കവി തോന്നിയത് എന്തുകൊണ്ടാവാം നിങ്ങളുടെ അഭിപ്രായം? അത് ദാരുവിൽ നിന്നെ പകർത്തണമെന്നെ വേര് എന്നെ എഴുതുക എന്ന എഴുത്തിനെ തന്നെ പകർത്താൻ കവിയത്തിൽ തീരുമാനിച്ചെന്തുകൊണ്ടാണ്? ഇത്രമാത്രം സഹോദര സ്നേഹമുള്ള മറ്റൊരു സൂക്ഷ്മ ജീവിയാണ് അല്ലെ. വലിയ വലിപ്പമുള്ള ജീവിയൊന്നുമല്ല. പക്ഷേ എപ്പോഴും ഒറ്റയ്ക്ക് തിന്നുന്നതിനേക്കാൾ കൂട്ടുകാരോടൊപ്പം തിന്നുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുന്ന മഹത്തായ മാതൃകയാണ് ഉറുമ്പെന്ന് പറയുന്നത്. അപ്പോൾ ഉറുമ്പിൻ്റെ പ്രത്യേകതയാണ് ഇത് എഴുതാൻ അവരെ പ്രേരിപ്പിച്ചതെന്നർത്ഥം. പിന്നെ രാവു പകൽ സന്ധ്യ ഉഷസ്സില്ലാതെ
വേലയെടുത്ത് മരിച്ചു പോകും, പാവമേ നിന്നെ തുടച്ചു നീക്കുന്നത് പാപമെന്നോർത്തെ മടിച്ചു നിൽക്കും. ഉറുമ്പുകളുള്ള കവിയുടെ കരുതലും അനുതാപവും നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം പരിശോധിക്കുക. നിസ്സാര ജീവിയെപ്പോലും അവയ്ക്ക് പോലും ജീവിക്കാനുള്ള അർഹതയുണ്ട് ഈ ഭൂമിയിലെന്നും അവയും ഈ ഭൂമിയുടെ അവകാശികളാണെന്നും അവയ്ക്ക് മനുഷ്യനേക്കാൾ വലിയ മഹത്വമുണ്ട് എന്നൊക്കെ കവി കണ്ടെത്തുന്ന വരിയാണിത്. ഉറുമ്പിൻ്റെ വംശമേതോ അന്വേഷണത്തിലൂടെ കവി പറയാൻ ശ്രമിക്കുന്ന വസ്തുതകൾ എന്തെല്ലാമായിരിക്കാം. ഉറുമ്പുകളുടെ വംശ മഹത്വം പറഞ്ഞുകൊണ്ട് മനുഷ്യന് പോലുമില്ലാത്ത മഹത്വമുള്ള ജീവിയാണ് ഉറുമ്പെന്ന് പറയുന്നത്. കാരണം ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, തനിക്ക് കിട്ടുന്ന സ്വാദുള്ളതെല്ലാം സഹോദരന്മാരോടൊപ്പം കഴിക്കണമെന്ന് വിചാരിക്കുന്ന ജീവിയാണ്. അതോടൊപ്പം തന്നെ ഏത് ചുമടിനെയും ആയാസമില്ലാതെ എടുത്തുയർത്തി കൊണ്ടുപോകുന്നതാണ്. വേല ചെയ്ത് മരിക്കുക, അല്ലേ, ആ അധ്വാനശീലത്തിൻ്റെ പ്രതീകമാണ് ഉറുമ്പുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അവയുടെ പ്രത്യേകത. പിന്നെ പേമഴക്കാലത്ത് സാധുവാം ഇത്തിരി സോദരർക്കൊത്ത് ആസ്വദിക്കുന്ന നല്ല വിജയലക്ഷ്മിയുടെ പദാർത്ഥ നിരതൻ പ്രകൃതിജ ഭാവം പരസ്പര ആകർഷം പ്രാണികുലത്തിൻ പരമാത്മകുതം പരസ്പര സ്നേഹം. ഉള്ളൂരിൻ്റെയും ഇതും തമ്മിലുള്ള എന്താണ് താരതമ്യമാണ്. അപ്പോൾ പാഠഭാഗം നിങ്ങളൊന്ന് കൃത്യമായി പഠിച്ചു വെക്കുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഞായറാഴ്ച 7:30 ലൈവ് ഉണ്ട്. അതിൽ നമ്മളെല്ലാ ചോദ്യങ്ങളും പാഠഭാഗം മുഴുവനായും ചർച്ച ചെയ്യേണ്ട കൂട്ടത്തിൽ ചർച്ച ചെയ്യാം. ഏതായാലും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ പഠിച്ചൊന്ന് ഉഷാറാവട്ടെ എന്ന് കരുതിയാണ് സാർ ഈ വീഡിയോയുമായി വന്നത്. അപ്പം വംശം എന്ന കവിതയുടെ ആശയം മനസ്സിലായല്ലോ. ഉറുമ്പിൻ്റെ മഹത്വമാണ്, അത്യുധ്വാനശീലനാണ്, അതോടൊപ്പം തന്നെ ചന്തമുള്ള ജീവിയാണ്. അധ്വാനിച്ച് മരിക്കുക എന്ന അധ്വാനമാണ് മഹത്വം എന്നുള്ള ശീലമുണ്ട്, സഹോദര സ്നേഹമുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തയുണ്ട്. ഇതൊക്കെയാണ് ഉറുമ്പിൻ്റെ പ്രത്യേകത. അപ്പം മക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു പാഠവുമായി നമുക്ക് വീണ്ടും കാണാം. മക്കൾ മറക്കാതെ കാണണം, കണ്ടവരെല്ലാം ഷെയർ ചെയ്യണം, ഉഷാറാക്കണം. ഓക്കെ മക്കളെ, അടുത്ത വീഡിയോയുമായി അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം. ബായ്.